നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യ മത്സരങ്ങൾ നടന്നു. ലേഖനം, ഏകാംഗം, ചെറുകഥ, കവിത എന്നീ ഇന മത്സരങ്ങളാണ് നടന്നത്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് തുടക്കമായി. അമോണിയ ഉൾപ്പെടെ രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ മത്സ്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ചണ്ടിയും കുലവാഴകളും തിങ്ങി നിറഞ്ഞ ചൊവ്വൂർ പള്ളിത്താഴത്ത് തോടുകളുടെ ശുചീകരണം നടത്തി. ചേർപ്പ് പഞ്ചായത്ത് 2ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യ മത്സരങ്ങൾ നടന്നു. ലേഖനം, ഏകാംഗം, ചെറുകഥ, കവിത എന്നീ ഇനം മത്സരങ്ങളാണ് നടന്നത്. 15 കലാസമിതികളിൽ നിന്നുള്ള 80 പേരാണ് വിവിധയിനം മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ, കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, ജോയിന്റ് കൺവീനർ TP ഹൈൻസ്, NV അജിതൻ, വൈസ് പ്രസിഡന്റ് TG രാജൻ, സാഹിത്യ വിഭാഗം കൺവീനർ തോമസ് പടിക്കല, പ്രോഗ്രാം കോർഡിനേറ്റർ ശങ്കർജി എന്നിവർ സംസാരിച്ചു. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് തുടക്കമായി. അമോണിയ ഉൾപ്പെടെ രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ മത്സ്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KJ ടീസൺ, ഭാര്യ സാൻഡി എന്നിവർ ചേർന്നാണ് മീൻതോട്ടം സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 2026 വർഷത്തെ ആദ്യത്തെ ഒരു മുറ്റത്തൊരു മീൻതോട്ടം 100 കുഞ്ഞുങ്ങളെ നൽകി നമ്മുടെ ചേട്ടൻ്റെ മീൻ വളർത്തുന്ന ആ കുളത്തിൽ നിന്ന് നിക്ഷേപിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നല്ല മത്സ്യം കഴിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള വീട്ടിൽ വളർത്തുന്ന മത്സ്യങ്ങളാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാവുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അമോണിയ പോലെയുള്ള ഇട്ടതൊക്കെ കിട്ടി വളരെ അസുഖങ്ങളൊക്കെ പിടിപെടുന്നുണ്ട്. അപ്പോൾ ഈ ഫിഷറീസ് ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മത്സ്യ കർഷകരെ ഇതിനെ കൂടുതലേക്ക് കൊണ്ടുവരാൻ, ഇതിൻ്റെ പദ്ധതിയിലേക്ക് കൂടുതൽ കൊണ്ടുവന്ന് ഇനിയും നമുക്ക് ഇതുപോലെയുള്ള മത്സ്യ കർഷകരെ കിട്ടിയാൽ അവരും ഇതുപോലെയുള്ള പദ്ധതിയിലേക്ക് കടന്നു വരണം. ഇന്ന് ചേച്ചി വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകം പഞ്ചായത്തിൻ്റെ പേരിൽ ചേച്ചിക്ക് നന്ദി പറയാണ്. ഇനിയും മറ്റുള്ള എല്ലാവരെയും, നമ്മുടെ കൂട്ടുകാരികളോടൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ചേച്ചിയും ചേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പഞ്ചായത്ത് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകന്യ ജിനീഷ്, ഫിഷറീസ് കോർഡിനേറ്റർ സുബിത എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോജി ജേക്കബ്, ട്രഷറർ ബേറ്റ്സൺ, പ്രവർത്തകരായ ജെയ്സൺ, ബിജു കള്ളിക്കാടൻ, VM ജോഷി, ജെയിൻ ജോസ്, NV സത്യൻ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിൽ സ്ഥിരം താമസക്കാരായ ആർക്കും 1/2 സെന്റ് ഭൂമിയിൽ മത്സ്യം കൃഷി ചെയ്യാൻ പദ്ധതിയിൽ അംഗമാകാം. 20,000 രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 40% സബ്സിഡിയായ 8,000 രൂപ ഗുണഭോക്താവിന് ലഭിക്കും. ചണ്ടിയും കുലവാഴകളും തിങ്ങി നിറഞ്ഞ ചൊവ്വൂർ പള്ളിത്താഴത്ത് തോടുകളുടെ ശുചീകരണം നടത്തി. ചേർപ്പ് പഞ്ചായത്ത് 2ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. ഏറെ നാളുകളായി ചൊവ്വൂർ പള്ളിത്താഴത്ത് തോടുകൾ വൃത്തിയാക്കാതെ കിടക്കുന്ന സ്ഥിതിയിലാണ്. ഇതിനാണ് 2ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പരിഹാരമാകുന്നത്. വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറും മുൻകൈയെടുത്താണ് ചണ്ടിയും കുളവാഴകളും നീക്കം ചെയ്തത്. JCB ഉപയോഗിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നാട്ടുകാരും ആവശ്യമായ സഹായവുമായി സ്ഥലത്തുണ്ടായിരുന്നു. ശുചീകരണത്തിനിടെ നിരവധി മത്സ്യങ്ങളും ലഭിച്ചു. തോട്ടിലുടനീളം മത്സ്യം പിടിക്കാനായി വലകൾ വിരിച്ച നിലയിലാണ്. ഇത് ചണ്ടിയും കുളവാഴകളും മറ്റു മാലിന്യങ്ങൾക്കൊപ്പം ഒഴുകിപ്പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. തോട്ടിലുടനീളം വലകൾ മീൻപിടിക്കാനായി ഇട്ടതുമൂലമാണ് ചണ്ടിയും മറ്റു മാലിന്യങ്ങളും ഒഴുകിപ്പോകാത്തത്. മത്സ്യം പിടിക്കാൻ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി വിരിച്ച വലകൾ ബന്ധപ്പെട്ടവർ ഉടൻ അഴിച്ചുമാറ്റണമെന്ന് അധികൃതർ അറിയിച്ചു. വിജയതിളക്കം എന്ന പേരിൽ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ച് CPI എട്ടുമന ബ്രാഞ്ച് കമ്മിറ്റി. എട്ടുമന ഗ്രാമീണ വായനശാലയിലാണ് വിജയതിളക്കം ഒരുക്കിയത്.
AISF തൃശൂർ ജില്ലാ സെക്രട്ടറി മിഥുൻ പൊട്ടക്കാരൻ വിജയതിലകം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവർ ഉൾപ്പെടെ പ്രദേശത്ത് വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും MLA പുരസ്കാരം നൽകി ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ കാരണയിൽ മഠം ഉണ്ണി പത്മനാഭസ്വാമിയുടെ മകൾ ദുർഗാലക്ഷ്മിയെ ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 2023-26 വർഷത്തെ ഡിഗ്രി പരീക്ഷയിൽ BSc സുവോളജിയിൽ കൂടുതൽ മാർക്ക് നേടി വിജയിച്ച പവിത്ര ബിനോയ്, ഹാട്രിക് വിജയം നേടിയ വാർഡ് മെമ്പർ അനിത അനിലൻ, തുടർച്ചയായി 3 തവണ CDS മെമ്പർ അടക്കം വിവിധ രംഗങ്ങളിൽ സജീവമായ ഓമന കുട്ടമോൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. 3 തവണ നാട്ടിക മണ്ഡലം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഗീതാ ഗോപി MLAയ്ക്ക് ചടങ്ങിൽ നാടിന്റെ ആദരം സമ്മാനിച്ചു. ഓമന കുട്ടമോൻ അധ്യക്ഷനായി. വിജയതിലക്കം സംഘാടക സമിതി ചെയർമാൻ ആഷിഖ് പുതുപ്പുള്ളി, വാർഡ് മെമ്പർ അനിത അനിലൻ, സംഘാടക സമിതി കൺവീനറും ലോക്കൽ കമ്മിറ്റി അംഗവുമായ PC അശോകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ സ്വപ്ന സഞ്ചാരങ്ങൾ എന്ന വിഷയത്തിൽ തിയേറ്റർ ട്രെയിനറും സംവിധായകനുമായ വൈശാഖ് അന്തിക്കാട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ഓരോ ദിവസവും ഓരോ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ വലിയ ബൃഹത്തായ പ്ലാനിങ്ങുകളൊന്നും ആയിരിക്കണമെന്നില്ല. വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. അത് നടപ്പിലാക്കാൻ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ചിന്തയെ വളരെ കൃത്യമായി മൂർച്ചയുള്ളതാക്കുന്ന ഒരു പ്രവർത്തനത്തിലെങ്കിലും നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ആ ഒരു ദിവസം വേസ്റ്റാണ്. വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരുന്നു എന്നതിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? ഇവരൊക്കെ അതിന് അടയാളപ്പെടുത്തിയ ആളുകളാണ് അല്ലെ? ദുർഗാലക്ഷ്മിയെ നമ്മൾ ഓർക്കും, ഈ നാട് 8 മന ഓർക്കും. എങ്ങനെയാ? കായിക മേഖലയിൽ ഉന്നതമായ വിജയം നേടിയ ഒരാളായിരുന്നു. വാർഡ് മെമ്പറെ നമ്മൾ ഇതാക്കും അല്ലെ? എങ്ങനെയാ അവരെ ചിന്തിക്കുക? അവര് നമ്മുടെ ജനപ്രതിനിധിയായി 3 തവണ, ഇനി 4, 5, 6 തവണയൊക്കെ തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റട്ടെ. അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് നമ്മൾ ഓർക്കും. മിഥുൻ പൊട്ടക്കാരനെ നമ്മൾ ആലോചിക്കും അല്ലേ? AISFന്റെ നേതാവായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. നിങ്ങൾ കുട്ടികളായ നിങ്ങൾ ഉണ്ടാകണം. ഈ നാട് ഞങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം, അല്ലെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം എന്ത് വേണം? സ്വപ്നം കാണണം. കലാം പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരല്ല. നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മളെ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം SSLC എന്ന് പറയുന്ന വലിയൊരു കടമ്പ. അത് നീന്തിക്കടന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ വളരെയധികം കഠിനമായ അധ്വാനത്തിലൂടെയാണ് ഫുൾ A+. എല്ലാവരും മനസ്സിലും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ്, എനിക്ക് അടുത്ത വർഷം ഫുൾ A+ വാങ്ങിക്കണം, ഞാൻ നന്നായി പഠിക്കും, എനിക്കത് നേടണം. വാശിയേറിയ പഠനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ പബ്ലിക് എക്സാം. പേരൻസും അതേപോലെ തന്നെയാണ് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള വിജയം. ഞാനിപ്പോൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണാം, ഓരോ ഫ്ലെക്സ് ബോർഡിൽ കാണുമ്പോൾ വിജയ തിളക്കം. SSLC +2 മാർക്ക് കിട്ടിയ കുട്ടികൾ, +2 കടന്ന കുട്ടികൾ, SSLC ഫുൾ A+ കിട്ടിയ കുട്ടികൾ പ്രസന്നമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ ഫ്ലെക്സ് ബോർഡിൽ ഇരിക്കുമ്പോൾ തന്നെ നാടിനും നാടിന്റെ ജനതയ്ക്കും അതിലേറെ സന്തോഷം നമ്മുടെ പേരൻസിനും കൂടിയാണ്. SNDP യോഗം വള്ളിശ്ശേരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു ആദരം. ശാഖാ ഗുരുമന്ദിരത്തിൽ നടന്ന ആദര ചടങ്ങ് SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറിയായി 30 വർഷം പിന്നിട്ട അദ്ദേഹത്തിനുള്ള ആദരം ശാഖാ സെക്രട്ടറി പോട്ടയിൽ ശ്രീധരൻ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് PD സുരേഷ് ബാബു അധ്യക്ഷനായി. SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമൂച്ചി പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ബാബു കുറുത്തേടത്ത്, PK ചന്ദ്രൻ, വനിതാ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഓമന ഉണ്ണിരാജ്, എക്സിക്യൂട്ടീവ് അംഗം പരമേശ്വരൻ കൈലാത്തുവളപ്പിൽ, ശാഖാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പുളിങ്കുഴി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു. കണിക്കൊന്ന, മന്ദാരം, ആര്യവേപ്പ് തുടങ്ങിയ തൈകളാണ് പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്തത്. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം യുവ പരിസ്ഥിതി പ്രവർത്തകൻ ആദിഷ് രാജ ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്ത അദ്ദേഹം പരിസ്ഥിതി സന്ദേശവും നൽകി. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ബൈജു സെന്റ് ജോൺ, നവരശ്മി യൂണിറ്റ് സഹകാരി KL ആന്റണി, രാകേഷ് ഉണ്ണിയാമ്പുറം, മുഹമ്മദ് സ്വാലഹ്, ജോസഫ് ആന്റണി, റോസ്മേരി, TK മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കാടുകുറ്റി വൈന്തലയിൽ വാട്ടർ അതോറിറ്റി ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർക്ക് ദാരുണാന്ത്യം. മേലൂർ സ്വദേശി 46 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്.
വൈന്തലയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലശുദ്ധീകരണശാലയിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴാണ് ജോസഫിനെ കാണാനില്ലെന്ന കാര്യം സഹപ്രവർത്തകർ മനസ്സിലാക്കുന്നത്. സംശയത്തെ തുടർന്ന് സഹപ്രവർത്തകർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മാള ഫയർ എൻട്രൻസ് സംഘം നടത്തിയ തെരച്ചിലിൽ ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിനുള്ളിൽ ജോസഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ജോലി ചെയ്യുന്നതിനിടെ ക്ലാരിഫയറിനുള്ളിൽ ജോസഫ് കാൽവഴുതി വീണതാകുമെന്നാണ് കരുതുന്നത്. തൃശൂർ മുട്ടിക്കലിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ട്രാവലർ വാൻ ഇടിച്ച് അപകടം. അപകടത്തിൽ വാനിലുണ്ടായിരുന്ന 15 യാത്രക്കാർക്ക് പരിക്ക്. മുട്ടിക്കലിൽ ഞായറാഴ്ച പുലർച്ചെ 1:30 അപകടമുണ്ടായത്. പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലർ വാനാണ് അപകടത്തിൽപ്പെട്ടത്. മുട്ടിക്കലിൽ വെച്ച റോഡിനു കുറുകെ കാട്ടുപന്നി ചാടിയതാണ് അപകടത്തിന് കാരണമായത്. കാട്ടുപന്നി ഇടിക്കാതിരിക്കാൻ ഡ്രൈവർ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ട്രാവലർ വാൻ റോഡരികിലെ ലോട്ടറി കട ഇടിച്ചു തകർത്ത് സമീപത്തെ മാവിലിടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ട്രാവലർ വാനിൽ ഉണ്ടായിരുന്ന 15 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ട്രാവലർ വാനിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. പട്ടിക്കാട് മലമ്പാമ്പിനെ ഭക്ഷണമാക്കി കൂറ്റൻ രാജവെമ്പാല. ഇരയെ അകത്താക്കിയ രാജവെമ്പാലയെ വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം പിടികൂടി. പട്ടിക്കാട് സ്വദേശി ചാണോത്ത് പാറയ്ക്കൽ മോഹിനിയുടെ വീട്ടുവളപ്പിലാണ് മലമ്പാമ്പിനെ വിഴുങ്ങിയ നിലയിൽ കൂറ്റൻ രാജവെമ്പാലയെ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. വീട്ടിലേക്കുള്ള നടവഴിയിലാണ് ഇരയെ വിഴുങ്ങിയ രാജവെമ്പാല കിടന്നിരുന്നത്. 9 അടിയോളം നീളം വരുന്നതായിരുന്നു രാജവെമ്പാല. വീട്ടുകാർ ഇക്കാര്യം വനംവകുപ്പിന്റെ പട്ടിക്കാട് ഓഫീസിൽ അറിയിച്ചു. തുടർന്ന് വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗമായ ചെമ്പൂക്കാവ് PR അജീഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങി. പിടികൂടി രാജവെമ്പാല 5 അടിയോളം നീളമുള്ള മലമ്പാമ്പിന്റെ ജഡം ഛർദ്ദിച്ചു. തുടർന്ന് സ്നേക്ക് ബാഗിലാക്കിയ രാജവെമ്പാലയെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുകയായിരുന്നു. മലമ്പാമ്പിനെ രാജവെമ്പാല ഭക്ഷണമാക്കാറുള്ളതായി റെസ്ക്യൂ വിദഗ്ധനായ ലിജോ കാച്ചേരി പറയുന്നു. സാധാരണയായി മറ്റു പാമ്പുകളെ മാത്രം ആഹാരമാക്കുന്ന സ്വഭാവമാണ് രാജവെമ്പാലകൾക്കുള്ളത്. മലമ്പാമ്പിനെ കൊത്തി വിഷം ഉള്ളിലേക്ക് കടത്തിയാണ് രാജവെമ്പാല അതിനെ വിഴുങ്ങാറുള്ളത്. രാജവെമ്പാലകളേക്കാൾ മലമ്പാമ്പുകൾക്ക് വലിപ്പം കൂടുതലാണെങ്കിലും രാജവെമ്പാലയുടെ ഉഗ്രവേഷം ശരീരത്തിൽ കയറിയാൽ പിന്നെ അവ കീഴടങ്ങുകയാണ് പതിവ്. തന്റെ വയറിന്റെ വലുപ്പത്തേക്കാൾ ഇരട്ടി വലുപ്പമുള്ള ഇരയെ വിഴുങ്ങാനുള്ള ശേഷി പാമ്പുകൾക്കുണ്ടെന്നും പറയപ്പെടുന്നു. ചേനം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ഓമന നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഇരിങ്ങാലക്കുട മുക്തിസ്ഥാൻ ശ്മശാനത്തിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യ മത്സരങ്ങൾ നടന്നു. ലേഖനം, ഏകാംഗം, ചെറുകഥ, കവിത എന്നീ ഇന മത്സരങ്ങളാണ് നടന്നത്. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് തുടക്കമായി. അമോണിയ ഉൾപ്പെടെ രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധ മത്സ്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ചണ്ടിയും കുലവാഴകളും തിങ്ങി നിറഞ്ഞ ചൊവ്വൂർ പള്ളിത്താഴത്ത് തോടുകളുടെ ശുചീകരണം നടത്തി. ചേർപ്പ് പഞ്ചായത്ത് 2ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.